നിന്നെ ദൈവത്തിന്റെ മാറ്റുവാനുള്ള അടവുകൾ. Praise the Lord. ഏത് നിലയിലും ദൈവമക്കളുടെ ഫോക്കസ് ക്രിസ്തുവിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് പിശാചിന്റെ ഒരു പദ്ധതിയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് നാം ഒരു തീരുമാനമെടുക്കണം. എന്ത് ചേരം വന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. And that is also why I played Malayalam song, one of the greatest way to roll about it. Whatever happened in my life, I will fight a good war. I will look unto the Lord. I will finish my course. വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഒളിമ്പിക്സിലാണോ, അവൻ ഏഷ്യാഡിലാണോ, അവൻ റേസിംഗ് ട്രാക്കിൽ അവൻ ഓടിയതായ, അവൻ സ്വന്തം ഹീൽസിൽ ഓടിയതായ ഷൈനി വിൽസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. You possibly heard about a person, Shiny Wilson. She was a competitor in the race track. വളരെ വേഗതയോടുകൂടി മുന്നേ തന്നെ ഓടി അവൻ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഡിസ്ട്രാക്ഷൻ വന്ന് അടുത്ത ട്രാക്കിലേക്ക് ഒന്ന് നോക്കിയത് മാത്രമേ ഉള്ളൂ, തന്റെ വിരുദ്ധം നഷ്ടപ്പെട്ടു. And while she was running in very close to the finish line, she turned around and looked at the other track and she lost the whole thing. Praise the Lord. Hallelujah. Bronze കിട്ടിയത് കൊണ്ട് കാര്യമില്ല, സിൽവർ കിട്ടിയത് കൊണ്ട് കാര്യമില്ല, അവനെ ഗോൾഡ്, അവനെ മെഡൽ പ്രാപിക്കണം ഉള്ളതായ ലക്ഷ്യബോധത്തോടുകൂടി ഓടുന്ന ദൈവപൈതൽ ഇന്ന് പകൽക്കാലം കറപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്രൗൺ അല്ല, ഇൻകറപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്രൗണിന് വേണ്ടി നാം ഓടുമ്പോൾ ഡിസ്ട്രാക്ട് ആകരുത് എന്ന് പരിശുദ്ധാത്മാവ് പകൽക്കാലം ദൈവമക്കളെ ബുദ്ധി ഉപദേശിക്കുക. We are not running for a bronze medal or a silver medal. We are running for a gold medal. Whatever the distraction the devil is placing in front of us, understand it and look into the Lord and run for your Lord. പതിമൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, Brethren, I count not that I myself have apprehended in the praise the Lord. മലയാളത്തിലാരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണമേ. ഞാൻ പിടിച്ചു വന്നു. ഞാൻ പിടിച്ചു എന്നോ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. കാരണം പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിച്ചു കഴിഞ്ഞാൽ അത് വീഴ്ചയുടെ ആരംഭം. And if you thinking that you already have a hold on your prize, that is starting your fall. ഞാൻ ഓൾറെഡി അറ്റൈൻ ചെയ്തു എന്നുള്ള ചിന്ത ആരെങ്കിലും മതിക്കുവാൻ, ഞാൻ നീതിമാനാണ്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ തികഞ്ഞവനാണ്, ബാക്കിയുള്ളവരെ പുലർത്താത്തവരാണ്, അവർ കുറവുള്ളവരാണ്, അവർ ബലഹീനരാണെന്ന് ഉള്ള ചിന്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകരം മാനസാന്തരമുണ്ട്. And if you have the thinking that all of the other people, they are not good, they have all these problems, you are the best, you do all of the things good. If you have that thinking, you need to change and repent for that. Praise the Lord. അടുത്ത ഒരു പ്രാവശ്യം ഈ ദേശത്ത് വന്ന് അവൻ ഈ ദൂത് പറയുവാൻ എനിക്ക് അവൻ അവസരം ലഭിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അതിന് മുമ്പ് കർത്താവിന്റെ വരവുണ്ടെന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് അവൻ ദൈവമക്കളെ ഇന്ന് കാലം ഒന്ന് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. And I don't know whether I'll be able to come back again this place and preach, or I die, or the Lord come, and I am sharing what God placed in my heart. Praise the Lord. Hallelujah. ഞാൻ അവൻ പ്രാപിച്ചെന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. I am not thinking that I already have a hold on. Pull down the imagination. Casting down all imagination. അങ്ങനെയുള്ള ചിന്തയെല്ലാം പിന്നിലോട്ട് വലിക്കുക. അവൻ കൊരിന്ത്യർ ലേഖനത്തിലുള്ള വാക്യമാണ് ഞാൻ പറഞ്ഞത്. Casting down all imagination. ദൈവത്തിന്റെ ജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്നതായ സങ്കല്പങ്ങളെ pull down ചെയ്യുന്നത് എന്റെ കടമയാണ് പാസ്റ്ററെ. And it is my responsibility to pull down everything that come against us, all the God's revelation. These are all those things that you and I have to do personally. നാം സ്വന്തമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് പോൽക്കാലം പറഞ്ഞത്. ദൈവദാസന്മാർക്ക് ദൈവവചനം പ്രസംഗിക്കാനും ഗൈഡ് ചെയ്യുവാനായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഗുണപ്പെടണമെന്നുള്ള ചിന്ത സ്വയമായി വേണ്ടതാണ്. And God already gave the authority to the ministers of the gospel to preach and give you the word, but make changes is upon you, your responsibility. I cannot correct anyone, but I can correct myself. നിങ്ങളെ ആരെയും കറക്റ്റ് ചെയ്യുവാൻ എനിക്ക് കഴിയത്തില്ല, എന്നാൽ എനിക്ക് എന്നെ തന്നെ You cannot correct anyone, you can correct
നിങ്ങൾക്കാകെ മറ്റാരെയും കറക്റ്റ് ചെയ്യുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യപ്പെടുവാൻ കഴിയും. Do what you are supposed to do. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യുക. Then you will receive the prize. ആ ദൈവത്തിന് ഒരുക്കിയിരിക്കുന്ന ഗോള് അല്ലെങ്കിൽ ആ പ്രൈസ് നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. ദൈവമേ, അത് ഭയങ്കര തേജസ്സുള്ള ഒരു പ്രൈസ് ആണ്. That is a glorious prize. അത് glorious reward ആണ്. That's a reward that glorious. Don't forfeit it. അത് കളഞ്ഞു കുടിക്കരുത്. അത് don't forfeit it. അത് നഷ്ടപ്പെടുത്തരുത്. Don't allow yourself to be deceived by the devil. ആന്റെ പിശാച് നിങ്ങളുടെ വിരുദ്ധ തെറ്റിച്ച് കളയരുത്. നിങ്ങളെല്ലാവരും കുറഞ്ഞവരാണെന്നല്ല ഞാൻ പറയുന്നത്. And I'm not saying that you have shortcomings. നിങ്ങളെല്ലാവരും ധന്യരാണ്. And you are all good people. നിങ്ങളെല്ലാവരും blessed ആണ്. And you are all blessed people. You are called with a plan and a purpose. നിങ്ങളെ വിളിച്ചത് വലിയ വിളിക്കാം. But we should always be open to correction. എപ്പോഴും ചേഞ്ച് ചെയ്യുവാനുള്ള ഒരു ഹൃദയം നമുക്ക്. ദൈവവചനത്തിന്റെ എസൻസ് അതാണ്. The essence of the word of God is that it is for rebuke, വിനീകരണത്തിനും, it is for correction, ശാസനയ്ക്കും, it is for instruction, അത് പഠിപ്പിക്കലും, so that a man of God can be perfect and complete. ദൈവ മനുഷ്യൻ അതിനാലുള്ള ശുദ്ധീകരണം പ്രാപിപ്പാനും പൂർണ്ണതയാകുവാനും കഴിയും. Don't wait for the pastor to teach. പാസ്റ്റർ പഠിപ്പിക്കുവാൻ വെയിറ്റ് ചെയ്യരുത്. Praise God. എപ്പോഴും ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, കർത്താവിന്റെ പാദത്തിലിരുന്ന് കർത്താവെ എന്ത് ചെയ്യണമെന്ന് ഓർക്കാം. Sometimes we have a hard time to take it from somebody else. If you have that feeling, kneel down in the presence of God. Take it from the Lord. അനുസരിക്കാൻ നാം തയ്യാറാണെങ്കിൽ കർത്താവ് നമ്മോട് സംസാരിക്കും. If you have an obeying heart, the Lord will speak to you. Hallelujah. അതുകൊണ്ട് ഞാൻ പിന്നിലുള്ളതെല്ലാം മറന്ന് മുൻപിലുള്ള എല്ലാത്തിലേക്ക് ഞാൻ ചെയ്യുന്നു. I'm forgetting everything in my life. വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ പിടിച്ചിരിക്കുന്നതെന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു. പിന്നിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പരമവിളിയോടെ വിരുദ്ധത്തിലേക്ക് ഞാൻ ഓടുകയാണ്. നമ്മുടെ ഓട്ടം എങ്ങനെയുണ്ട് ദൈവമക്കളെ? നന്നായി ഓടണമെങ്കിൽ റൂട്ടിലേക്ക് നാം വരാം. ഈ വചന ശുശ്രൂഷ ആരംഭിച്ചതായ ആ പോയിന്റിലേക്ക് വരാം. കാണേണ്ടതിനെ കാണേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആകാശത്തിന് കീഴിൽ ഒരു ഭൂമിക്കുമ്പോൾ ഒരു ശക്തിക്കും നമ്മളെ പിന്തിരിക്കുവാൻ, നമ്മളെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. If you see the one that you need to see in the beginning, no other anything that extract from you from the price or the goal. ഞാൻ വചന ശുശ്രൂഷ കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. I'm planning to conclude the word of God here. Praise the Lord. Hallelujah. നാലാമത്തെ അധ്യായത്തിൽ പറയുന്നത് Christ is my power. And Christ is my power is the word of God on the 4th chapter. Praise the Lord. ക്രിസ്തുയേശുവിന്റെ പവറാണ്. എന്റെ ശക്തി കർത്താവ്. Praise the Lord. സ്തോത്രം. ഒന്നാമത്തെ അധ്യായത്തിൽ പൗലോസ് ക്രിസ്തുയേശുവിനെ കുറിച്ച് തന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ റിഫ്ലക്ട് ചെയ്തു. He is my passion. എനിക്ക് വേറെ ഒരു പാഷൻ ഇല്ല. First chapter Paul is saying Jesus Christ is my passion. I don't have no other passion. Desire ഒന്നാണ്, passion വേറെ ഒന്നാണ്. Desire is different, passion is different. Praise the Lord. Hallelujah. Passion ഉണ്ടെങ്കിൽ desire വഴി മാറിത്തരും. And if you have the passion, desire will run away from you. Passion ഉണ്ടെങ്കിൽ desire വഴി മാറിത്തരും. And the desire will move away. Yes. And if you have the passion. Praise the Lord. Are we passion-driven people? നമ്മള് passion ഉള്ളവരാണ്. Praise the Lord. രണ്ട്, ക്രിസ്തുയേശു എൻ്റെ പാറ്റേൺ ആണ്. And Jesus Christ is my pattern. മൂന്ന്, ക്രിസ്തുയേശു എൻ്റെ വിരുദാണ്, എൻ്റെ പ്രൈസ് ആണ്. Jesus Christ is thirdly is my price. അവസാനം ആ ലേഖനം 4 അധ്യായങ്ങൾ മാത്രം ഉൾപ്പെട്ടിരിക്കുന്ന ലേഖനമാണ്. പക്ഷേ ക്രിസ്തുയേശു വാട്ട് ഈസ് ജീസസ് ക്രൈസ്റ്റ് ഫോർ മീ എന്ന് വെളിപ്പെടുത്തുന്ന ഈ ചെറിയ ലെറ്ററിൽ കൂടി നമുക്ക് ആഴമായ ദൈവവചനം നിങ്ങൾക്ക് ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചതിന്റെ ഡെപ്തിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ നിങ്ങൾക്ക് കഴിയും. വരും ദിവസങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഉത്സാഹിക്കും. You could go into the depth of what I preach here on the 4th chapter. He said, Jesus Christ is my power. Praise the Lord. പൗലോസ് പറയുകയാണ്, praise the Lord.
Hallelujah. I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. ഞാൻ സകലത്തിലും ശക്തൻ. എനിക്ക് വയ്യാന്ന് പറയരുത് കേട്ടോ. And don't say that I cannot. എനിക്ക് കഴിയത്തില്ല എന്ന് പറയരുത് കേട്ടോ. Don't say I'm not able. എനിക്ക് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാൻ കഴിയത്തില്ല എന്ന് പറയരുത്. Don't feel like you cannot make a step forward. ഓവർകം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയരുത്. I cannot. Don't say I cannot overcome. Praise the Lord. ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ praise the Lord. Hallelujah. ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ praise the Lord. Hallelujah. നമുക്ക് പറയാൻ പറ്റും എന്നെ ശക്തനാക്കുന്നു ഞാൻ സകലം. ഇന്നത്തെ പ്രോബ്ലംസ് താൽക്കാലികമാണ്. ഇന്നത്തെ പ്രതിസന്ധി താൽക്കാലികമാണ്. ഇന്നത്തെ ജോലിയില്ലായ്മ താൽക്കാലികമാണ്. ഇന്നത്തെ ഭൗതികമായ പ്രതിസന്ധി താൽക്കാലികമാണ്. പക്ഷേ I am not going to allow it to disturb me or distract me from my focus. What about the problem that I'm facing today, whether it's a jobless or any kind of problem? That will not throw me out from the focus that I have. And I'm telling today, and we're dedicating ourselves today for the greater price, greater glory that is waiting for us. ചർച്ച് ഓഫ് ഗോഡിലെ അവൻ ജനറൽ ഓവർസിയറായി ചില വർഷങ്ങൾക്ക് മുമ്പ് പോൾ വാക്കർ എന്ന ദേവദാസൻ ഈ പ്രകാരം അവൻ യുഎസിലൂടെ ഈ ദേശത്ത് തന്നെ ഒരു സഭയിൽ ചെന്നപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രായം ചെന്ന ഒരു അമ്മച്ചിയെ കാണുവാനായിട്ട് ഇടയായി. Paul Walker, one of the Church of God overseer, he went to a church, local church, and he saw an old woman. വളരെ പ്രായം ചെന്നതായ അവൻ ഒരു അമ്മച്ചി ആരാധനയ്ക്ക് കടന്നു വന്നു. And she was an old woman. She came to the worship. വടിയിൽ കുത്തിക്കൊണ്ട് ആ ചർച്ചിൽ അവിടെ നിൽക്കുമ്പോൾ പോൾ വാക്കർ തന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, അവനറിയ അമ്മച്ചി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ആരാധനയ്ക്കൊക്കെ വന്നത്? And she was asked by Paul Walker, the superintendent, how you were able to make it to the church. He was a general overseer. ആ സമയത്ത് ജനറൽ ഓവർസിയർ ആയിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇത്രയും പ്രായം ഇത്രയും ഫ്രജൈൽ ബോഡിയോടുകൂടി നിങ്ങൾ ആരാധനയ്ക്ക് എങ്ങനെ വന്നപ്പോൾ? ആ അമ്മച്ചി പറഞ്ഞത് the 10 finger prayer. And when he was asking that question, how she was able to make it to the church, and she said, it is the 10 finger prayer. Oh, എൻ്റെ ഉള്ളിൽ ഒരു 10 finger prayer ഉണ്ട്. And in my heart there is a 10 finger prayer. I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും ശക്തനെന്നുള്ള ആ 10 വാക്കുള്ള ആ ഫിംഗേഴ്സ് എന്റെ ഹൃദയത്തിലുണ്ട്. ദൈവമക്കളെ, ഓളങ്ങളുടെ തീരുമാനങ്ങൾ എക്കണോമിക് ഡിസാസ്റ്റർ ഉണ്ടാക്കട്ടെ, ഇൻഫ്ലേഷൻ വർദ്ധിക്കട്ടെ. ഞാൻ ബാങ്കിങ് സെക്ടറിൽ ബാങ്ക് മാനേജറാണ്. പ്ലീസ് ലോർഡ്, എനിക്കറിയാം എന്ത് എപ്പോൾ വരും. പ്ലീസ് ലോർഡ്, എക്കണോമിക്സ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. പ്ലീസ് ലോർഡ്, എനിക്കറിയാം എന്തെങ്കിലും താഴെ പോയിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് വരും, മുകളിൽ പോയി താഴോട്ട് വരും. പ്ലീസ് ലോർഡ്, whatever goes up will come up, whatever goes up will come down. എക്കണോമി ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പ്ലീസ് ലോർഡ്, ഈ മഹാസാഗരത്തിൽ നമ്മൾ എപ്പോഴും ബോയൻ്റായിട്ട് നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. റെവലേഷൻ ആണ്. I'm a bank manager in Dubai, but I know the economy, the move of the economy. But in the midst of all of the things, what sustains us is the Holy Spirit. Praise the Lord. Hallelujah. I know how to be amazed. താഴുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. I know how to go to the lower state. Praise the Lord. ആമേൻ. ഫുൾ ആകുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. And I know how to be up. Praise the Lord. ആ വാക്യം നമ്മൾ വായിക്കുന്നത് ചിലപ്പോൾ ഇന്ന് രാത്രി ഈ പകൽക്കാലം വ്യക്തമായി സംസാരിക്കും. And some of you, I want to encourage you, don't get caught down by any situation. ഒരു കാര്യത്താലും നിങ്ങൾ ഭാരപ്പെടരുത്. No power on earth can destroy a child of God. ഒരു ഭൂമിയിലുള്ള ഒരു ശക്തിക്കും നിങ്ങളുടെ വിരുദിനെ എടുത്തു കളവാൻ കഴിയും. നമ്മുടെ ഉള്ളിൽ ഉള്ളത് ചെറിയതല്ല, വലിയത്. Oh, what we have in our heart is not small. It is greater. Praise God. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാണ്. Praise God. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ വ്യാപിച്ച് അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit is within us. Is the same Holy Spirit raised Jesus from the dead. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ നിത്യതയുടെ, നമ്മുടെ ഇൻഹെറിറ്റൻസിന്റെ, നമ്മുടെ ഇൻഹെറിറ്റൻസ് നമ്മുടെ ഇറ്റേണിറ്റിയുടെ അച്ചാരമാണ്, ഗ്യാരണ്ടിയാണ്. It is the guarantee for the eternity. The Holy Spirit is sealed on us.
വാക്യങ്ങളെല്ലാം അടുത്ത് വായിപ്പിക്കണം എന്ന് ആഗ്രഹമാണ്. പക്ഷെ നിങ്ങളെല്ലാം വെൽവേഴ്സ്ഡാണ്. ദൈവവചനത്തിൽ അതുകൂടി ഞാൻ എടുക്കുന്നില്ല. I know how to be abased. I know how to be full. I am instructed to be full and I am instructed to be hungry. Who is instructing God? It's the Holy Spirit. Praise God.